ഇംഗ്ലീഷ് സാഹിത്യരംഗത്ത് പുതിയ ചുവടുകൾ വെച്ച് തിരുവനന്തപുരം സ്വദേശി തമാരയുടെ പുതിയ പുസ്തകം അടുത്ത ദിവസം പുറത്തിറങ്ങും. അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ പോകുന്നത്. ഒരു പുസ്തക പ്രകാശനത്തിന് എന്താണ് ഇത്രയും വലിയ പ്രത്യേകത എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും. അതിലേക്കാണ് ഞാൻ പോകുന്നത്. പതിനാല് വയസ്സ് മാത്രമാണ് തമാരയുടെ പ്രായം. മാതാപിതാക്കൾക്കൊപ്പം ഹൈദരാബാദാണ് താമസവും പഠനവുമെല്ലാം. പക്ഷേ അവളുടെ കവിതാശേഖരങ്ങളിൽ വീടും നാടുമെല്ലാമുണ്ട്. ആദ്യ പുസ്തകം പുറത്തിറങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് പുതിയ പുസ്തകവും പൂർത്തിയാക്കിയത്. കൗമാരക്കാരിയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം കവിതാ സമാഹാരത്തിൽ കാണാം. Bruises and butterflies. So it's about a journey. Bruises are like the hard parts in life growing up, and butterflies they symbolize transformation, becoming stronger, things like that. എഴുത്തിലും സാഹിത്യത്തിലും താല്പര്യമുള്ള അച്ഛനും മുത്തശ്ശനുമാണ് തമാരയുടെ കഴിവുകളെ കണ്ടുപിടിച്ചത്. തമാര 5-ാമത്തെ വയസ്സിലാണ് ആദ്യം ഇവിടെ ഇരുന്നിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്നൊരു ബുക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് ലൈൻസൊക്കെ സ്ക്രിബിൾ ചെയ്തത്. അത് കൊണ്ടുവന്നിട്ട് എന്നെ കാണിച്ചു. ഞാൻ അത് വായിച്ചു. Then I said, it's splendid. It's a wonderful poem. You should continue writing poems more and more. ഇത് തുടക്കം മാത്രമെന്നും ഇനിയും നിറയെ പുസ്തകങ്ങൾ എഴുതണമെന്നും തമാര ആഗ്രഹമായി പറയുന്നു. തിരുവനന്തപുരം. ദൂരദർശൻ്റെ മുൻ ഡയറക്ടറായിരുന്ന കെ കുഞ്ഞികൃഷ്ണൻ്റെ കൊച്ചുമകളാണ് തമാര നമ്പ്യാർ. വലിയ എഴുത്തുകാരിയാകട്ടെ. കാര്യം നല്ല ഷാർപ്പായിട്ടുള്ളൊരു സാഹിത്യ ബോധം ആ കുട്ടിക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.